ഈ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട എല്ലാ വീട്ടിലും ഓപ്പൺ കൺസെപ്റ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡൈനിങ് സ്പേസുകളായിരുന്നു. പക്ഷേ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോസ് കൺസെപ്റ്റിലാണ് ഈ ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 8 സീറ്റഡ് ഡൈനിങ് സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ മുകളിലായിട്ട് ഫോൾ സീലിംഗിൽ കുറച്ച് ഡ്രോപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഒന്ന് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഏരിയനെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ സൈഡിലായിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. അതും കുറച്ച് നല്ല ഡെക്കറേഷനൊക്കെ കൊടുത്ത് കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഡൈനിങ് ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിളും നമ്മുടെ വാഷ് ഏരിയയുമാണ് നമ്മൾ പ്രധാനമായിട്ടും കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിള് തികച്ചും ഒരു ഡെഡ് ലോഡായിട്ടാണ് ഡൈനിങ് ടേബിളിനെ നമ്മൾ രൂപകൽപ്പന ചെയ്തത്. അത് മൂവബിൾ അല്ല. 8 പേർക്ക് ഇരിക്കാൻ തക്ക ലാവിഷായിട്ട് 8 പേർക്ക് ഇരിക്കാൻ തക്ക രീതിയിലാണ് ഡൈനിങ് ടേബിൾ രൂപകൽപ്പന ചെയ്തത്. ഈ ഡൈനിങ് ടേബിളിൻ്റെ ഡിസൈനും ഡൈനിങ് ഏരിയയുടെ ഡിസൈൻ തന്നെ തികച്ചും ഒരു വൈറ്റ് കളർ ടോൺ എന്ന ആശയത്തിലേക്കാണ് കൊണ്ടുപോയത്. ഈ ഡൈനിങ്ങിൻ്റെ മുകളിലും വെനീർ സീലിങ്ങിൽ നിന്ന് ഹാങ്ങിങ് ലൈറ്റുകൾ ഡൈനിങ് ടേബിളിലേക്കായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഫ്യൂഷൻ സ്റ്റൈലിലാണ് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ട്രഡീഷണൽ സ്റ്റൈലും മോഡേൺ സ്റ്റൈലും കൂടെ കൂട്ടിക്കലർത്തി. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഈ ഒരു ബെഡ് സ്പേസിൻ്റെ ബാക്കിലായിട്ട് ഒരു വുഡിൻ്റെ കോമ്പിനേഷൻ ഒരുക്കിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് തറവാടുകളൊക്കെ കണ്ടുവന്ന ഒന്നാണ്. അതിനെ മോഡേൺ രീതിയിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനായിട്ട് കുറച്ച് കൺസീൽ ലൈറ്റ്സ് ഒക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീലിംഗ് നോക്കുകയാണെങ്കിലും അവിടെയും വുഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വുഡിനെ ഡിസൈൻ ടൈപ്പിൽ മോഡേൺ ഡിസൈൻ ടൈപ്പിൽ കുറച്ച് കൺസീൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിൽ നിന്ന് പിന്നെ പുറത്ത് ബാൽക്കണിയിലേക്ക് ഒരു ആക്സസും കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡായ 4 ബെഡ്റൂമാണ് നമ്മുടെ ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്. ഓരോ ബെഡ്റൂമിലും കോട്ട്, വാർഡ്രോബ്, ഡ്രസ്സിംഗ് ടേബിൾ, TV യൂണിറ്റ് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഓരോ ബെഡ്റൂമിലും. രണ്ട് വിങ്സ് പോലെയാണ് ഇവിടുത്തെ സ്റ്റെയർസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ താഴെ കാണുന്ന ഫാമിലി ലിവിങ് സ്പേസിൽ നിന്ന് തുടങ്ങി 2 വിങ്സ് പോലെ സ്പ്രെഡ് ചെയ്ത് മുകളിലൊരു കോമൺ പൊസിഷനിൽ ഇത് എത്തുന്നുണ്ട്. സ്റ്റെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലയൻറ്റിന് പണ്ടേ ഉള്ളൊരു താല്പര്യമാണ് ആ ഒരു സെൻറ്ററിൽ കൂടെ കയറിയിട്ട് 2 സൈഡിലേക്കായിട്ട് വരുന്ന ഒരു ടൈപ്പ് സ്റ്റെയർ. അപ്പോൾ നമുക്ക് ആ ഒരു കോർട്ട്യാർഡിനോട് കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് ആ ഒരു ടൈപ്പ് സ്റ്റെയർ ഞങ്ങൾക്ക് ഡിസൈനിൽ കൊള്ളിക്കാൻ കഴിയും. അപ്പർ ലിവിങ്ങിൽ മറ്റൊരു ആകർഷണം എന്ന് പറയാൻ അപ്പർ ലിവിങ്ങിൽ സ്റ്റെയർ ഡൗൺ ചെയ്യുന്നതൊക്കെ 2 ദിശയിലേക്കാണ്. ഈ 2 ഏരിയയിലേക്കും സ്റ്റെയർ ഇറങ്ങിയിട്ട് ഒരു സിംഗിൾ ഫ്ലൈറ്റിലേക്ക് ഒരു ലാൻഡിങ്ങിലേക്ക് ഈ സ്റ്റെയർ നമ്മൾ ഇറങ്ങി വരുന്ന ഒരു ഫീല് നമുക്ക് അപ്പർ ലിവിങ്ങിൽ ഉണ്ടാകും.
ലിവിംഗ് സ്പേസ്, 2 ബെഡ്റൂമുകൾ, പിന്നെ ഒരു ഓപ്പൺ ബാൽക്കണി എന്നിവയൊക്കെയാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ താഴത്തെ ഫ്ലോറിൽ നിന്നും തുടങ്ങുന്ന ഒരു കോർട്ട്യാർഡ് ഈ വീടിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂവിൽ കാണുന്ന ടോപ്പ് ഹൈറ്റിലേക്കാണ് കോർട്ട്യാർഡിലുള്ള 4 പില്ലേഴ്സും എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ 4 പില്ലേഴ്സും കോർട്ട്യാർഡിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലും തികച്ചും ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പ് സീലിംഗ് വരെ കോർട്ട്യാർഡ് പില്ലേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്. കോർട്ട്യാർഡ് പില്ലറിനെ കൂടുതലായി അട്രാക്ഷൻ ലഭിക്കുക എന്നതിന് വേണ്ടി നമ്മൾ രൂപകൽപ്പന ചെയ്തത് വുഡൻ സ്ട്രിപ്പ് എന്ന പോലെ 15ഓളം റിങ് രൂപത്തിലാണ് നമ്മുടെ അതിനെ വിനീറിൽ പ്ലൈവുഡ് വെച്ച് അതിൽ വിനീറിൽ ചെയ്തിട്ട് 15ഓളം വുഡൻ സ്ട്രിപ്പ് എന്ന രീതിയിലാണ് നമ്മുടെ കോർട്ട്യാർഡ് പില്ലറിനെ മുകളിലോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് 2 ബെഡ്റൂം. ഈ മുകളിലെ 2 ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് എക്സ്റ്റീരിയറിലേക്ക് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മുകളിലെ ബെഡ്റൂം പൂർണ്ണമായും ജിപ്സം സീലിങ്ങിൻ്റെ കൂടെ തന്നെ വെനീർ സീലിങ്ങും അതിൽ കൊടുത്തിട്ടുണ്ട്. എലിവേഷൻ്റെ പാർട്ടായിട്ട് 2 ഗ്ലാസസ് 2 കോർണറിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ വീടിനുള്ളിൽ ധാരാളം സൺലൈറ്റ് ലഭിക്കുന്നുണ്ട്. വ്യത്യസ്തമായുള്ളൊരു ഡിസൈനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചതും ക്ലയൻറ്റ് പറഞ്ഞതും. അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മോഡലിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ഡിസൈൻ, അതേപോലെ തന്നെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന ഒരു ഡിസൈനിലേക്ക് പോകേണ്ട, അതായത് കാലാകാലവും അതിൻ്റെ ഡിസൈൻ കൺസെപ്റ്റ് അങ്ങനെ തന്നെ വേണം, ഒരു ട്രെൻഡായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ളൊരു ഡിസൈനാണ് ഞങ്ങൾ ഫോം ചെയ്തത്. മാസ്റ്റർ ക്രാഫ്റ്റ് സീസൺ 2ന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീടും ആർക്കിടെക്റ്റുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.